ഹേ ഗായ്സ്, ഞാൻ പിന്നെ വന്നു. തിങ്കളാഴ്ച രാവിലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇംഗ്ലീഷ് ലീഗ് ഗാർഡിയൻസ്, അതായത് നമ്മുടെ പീറ്റർ ചെക്ക്, ജാബ് സ്റ്റാം, അതുപോലെ വെർമിലൻ, ഇങ്ങനെ 3 കിഡിലും പ്ലേയേഴ്സ് ഉള്ള ഒരു പാക്കാണ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എങ്ങനെയാ, കറക്റ്റല്ലേ? സോ ഗൈസ്, ഈ ഒരു അക്കൗണ്ടിൽ നമുക്ക് ഒരൊറ്റ ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അത് ആരാന്ന് നമ്മൾ പറയുന്നില്ല. പിന്നെ ഓൾറെഡി വ്യാഴാഴ്ച വന്ന പാക്കിൽ നമ്മൾ ഏകദേശം ഒരു 300 കോയിനോളം സ്പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിലെന്തായാലും ഒരു എന്താ പറയുക, ഒരു ബിൽഡപ്പ് സെൻട്രൽ ബാക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ബാക്ക് കറക്കുന്നത്. അപ്പോൾ ഇതിൽ ജാബ് സ്റ്റാമ്പിൻ്റെ വെർമലിൻ്റെയും കാർഡ് ഫസ്റ്റ് ടൈമാണ് ഗെയിമിൽ വരുന്നത്. പിന്നെ ചെക്കും അത്യാവശ്യം നല്ലൊരു കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 900 പോവാം. ഓക്കെ, ഫസ്റ്റ് ട്രൈ. ബേസ് ആണെന്ന് തോന്നുന്നു. RBY ജെസ്സി കാർവഹാൽ അല്ലേ അത്? ഓക്കെ, ഇറ്റ്സ് കാർവഹാൽ. ഫസ്റ്റ് തന്നെ ബേസ് വെച്ചാണ് തുടങ്ങിയത്. സോ അറിയാലോ, നമ്മൾക്ക് ഫസ്റ്റ് ട്രൈയിൽ തരാൻ മാത്രം പോകണം. നമുക്ക് നമ്മളോട് അത്രയും സ്നേഹമൊന്നും ആയിട്ടില്ല. നമുക്ക് എന്തായാലും സെക്കൻഡ് ട്രൈ എടുത്തു നോക്കാം. സെക്കൻഡ് ട്രൈ എടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആക്ച്വലി സെക്കൻഡ് ട്രൈ നമുക്കൊരു 100 കോയിൻ വെച്ച് 900 ആയിട്ട് കറക്കി നോക്കാം. അങ്ങനെ ട്രിക്ക് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പലർക്കും 200-300 കോയിനിലൊക്കെ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് 500 കോയിനിലൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ സെക്കൻഡ് ട്രൈ. എൻ്റെ മോനെ ബോള്, എപ്പിക്കിൻ്റെ ബോള് പൊട്ടി. യെസ് ബോള് പൊട്ടി. ഓക്കെ, സെൻറ്റർ ബാക്ക്. ഓക്കെ, മാൻചെസ്റ്റർ യുണൈറ്റഡ്, ജാബ് സ്റ്റാം. എൻ്റെ മോനെ, നമ്പർ 6 ജാബ് സ്റ്റാം ഇൻ ദ ഹൗസ്. എൻ്റെ മോനെ, അല്ല ഇതിനകത്ത് 100 കോയിനിൽ അടിക്കാൻ തുടങ്ങി. എൻ്റെ മോനെ ഗൈസ്, ആക്ച്വലി നമ്മുടെ ടാർജറ്റ് ജാബ് സ്റ്റാം ആയിരുന്നു. ടാർജറ്റ് കിട്ടി ഗൈസ്. ആക്ച്വലി ഇതിൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ഓപ്പണിങ് കഴിഞ്ഞ്, സീരിയസ്ലി സത്യമായിട്ടും പാക്ക് ഓപ്പണിങ് ഇവിടെ കഴിഞ്ഞ് 131 പ്ലേയേഴ്സും ആക്കി. ഒരൊറ്റ ടാർജറ്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടുകയും ചെയ്തു. ചെക്കിന് നമുക്ക് ഇതൊക്കെ ആവശ്യമില്ല. ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ സീമൻ ഓൾറെഡി സെറ്റാണ്. പിന്നെ ഞാൻ പറയുന്നത്, ഇതിൽ ഈ ഒരു ഇറ്റാലിയൻ ലീഗ് അറ്റാക്കേഴ്സിൽ നമ്മളൊരു 3 സ്പിൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അധികം വെച്ച് താമസിപ്പിക്കണം. നമുക്ക് നേരെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യാം. എന്നിട്ട് എത്ര റേറ്റിങ്ങൊക്കെ നോക്കാം. ഞാൻ ഇതിൻ്റെ ലീക്ക്ഡ് സ്റ്റാറ്റ്സ് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അത്യാവശ്യം നല്ല ഒരു സ്റ്റാറ്റ്സ് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞത്. പിന്നെ അത്യാവശ്യം ഹൈറ്റുള്ളൊരു കാർഡാണ്. സോ ഇതിൻ്റെ റിവ്യൂ എന്തായാലും നമുക്ക് നോക്കാം. ഓവറോൾ റേറ്റിംഗ്, ഓർഡർ ഓഫ് സൈനിങ്. ഓക്കെ, നമുക്ക് ബാസ്റ്റോണിയെ മാറ്റാം. ഇതിലെ ആകെ ബാസ്റ്റോണി പിന്നെ ബെക്കംബോറാണ് മര്യാദക്കൊരു ബിൽഡപ്പ് ഉള്ളത്, ബിൽഡപ്പ് സെൻറ്റർ ബാക്കുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ പ്രത്യേകം സ്പിൻ ചെയ്ത് 105 വരെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് മാറ്റി നോക്കാം. ഇതിന് 85 എന്തോ സ്പീഡ് പോകുന്നുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഒരു പോയിൻ്റ് വ്യത്യാസം ഉണ്ടല്ലോ. സ്പീഡ് കുറച്ച് ആക്സലേഷൻ കൂട്ടി കൊടുക്കാം. ഓക്കെ, 106. ഓക്കെ, ബൂസ്റ്റർ അല്ലാണ്ട് 106 പോകുന്നുണ്ട്. അപ്പോൾ 107 പോകുമോ? ഓക്കെ, പാസിങ് ആണ് ബൂസ്റ്റർ ഇട്ടത്. ഹാർഡ് വർക്കർ, ഷട്ട് ഡൗൺ കൊടുക്കാം. പറഞ്ഞ പോലെ ഇതിൻ്റെ ഇതുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഷട്ട് ഡൗൺ കൊടുക്കാം. അപ്പോൾ എത്ര റേറ്റിംഗ്? 107 ആവുമായിരിക്കും. ഇല്ല, 106. 106 കുഴപ്പമില്ല. സോ നമുക്കിതിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളിലൊക്കെ എടുത്ത് നോക്കാം. ഇതിൽ പാസ് 71, 74, 99, 98, 96, 99. അഗ്രഷൻ 96 വരുന്നുള്ളൂ. 92 സ്പീഡ് നമ്മളിപ്പോൾ കസ്റ്റം ചെയ്തതാണ്. പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് 96. അത് 100 വരെയൊക്കെ ആക്കാൻ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ പിന്നെ തൽക്കാലം ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ സ്കില്ലായിട്ട് ആക്രോബാറ്റിക് ക്ലിയറൻസ്, ക്യാപ്റ്റൻസി, അതുപോലെ ട്രാക്ക് ബാക്ക്, പിന്നെ 1 ടച്ച് പാസ്, ത്രൂ പാസ് ഒക്കെ സ്കില്ല് കൊടുത്താൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് ത്രൂ പാസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്.
നിങ്ങളൊരു ഈസി ടു യൂസ് ആയിട്ടുള്ള സെൻട്രൽ ബാക്കായിട്ട് സ്റ്റാമിനെ കാണേണ്ട. ആൾ ഇച്ചിരി ഹെവിയാണ്. പിന്നെ ഈ സ്ലൈഡിംഗ് ടാക്കിൽ സ്പാം ചെയ്യുന്ന ആൾക്കാരും ഒന്ന് സൂക്ഷിച്ച് ചെയ്തിട്ടെങ്കിൽ ചിലപ്പോൾ ഡിഫൻസ് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അത്രയും ഫ്ലെക്സിബിൾ അല്ല, എന്നാൽ അത്യാവശ്യം സ്പീഡൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് കളിപ്പിക്കാൻ പറ്റും എന്തായാലും ഈ ഒരു കാർഡിനെ. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കാര്യമായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.